ട്രിവാൻഡ്രം വന്നാൽ എന്ത് കഴിക്കണമെന്ന് കൺഫ്യൂഷൻ ഇല്ലാതെ ഞാൻ പറഞ്ഞുതരാം. വെൽക്കം ബാക്ക് ടു ബൈറ്റ്സ് ഓഫ് ഇന്ത്യ. തൃശ്ശൂരിൽ നിന്ന് വന്ദേ ഭാരത് പിടിച്ച് നേരെ എത്തിയത് ട്രിവാൻഡ്രം സ്റ്റേഷനിലാണ്. അവിടുന്ന് നേരെ ഡിമോറയിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങളുടെ ആദ്യത്തെ സ്പോട്ടായ സംസം അല്ലേ, പാളയം സംസം പോയിട്ട് അവിടുത്തെ ഷവായ ഭയങ്കര ഹൈപ്പിനുള്ള ഷവായ ഇല്ലെങ്കിലും ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഷവായ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. പെരി പെരിയും ഡൈനമൈറ്റ് ആണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഡൈനമൈറ്റ് ആണ്. അടുത്തത് ഞങ്ങൾ നേരെ വിട്ടത് വർക്കലയിലേക്കാണ്. സീ ഫുഡ് പിzzയും പ്ലാറ്ററും ലസാനിയാണ് ഞങ്ങൾ പറഞ്ഞത്. ഇവിടുത്തെ ലസാനിയ ഒരു മസ്റ്റ് ട്രൈ തന്നെയായിരുന്നു. നല്ല ആംബിയൻസോട് കൂടി വർക്കല ബീച്ചൊക്കെ കണ്ട് ഫുഡ് കഴിക്കണമെങ്കിൽ കഫേ ഇറ്റാലിയാനോ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ പോയത് ഗുഡ് മോർണിംഗ് ഹോട്ടലിലേക്കാണ്. വിറകടുപ്പിൽ കുക്ക് ചെയ്ത നല്ല ബീഫും അടിപൊളി മുരിഞ്ഞ പൊറോട്ടയും ഒരു കട്ടനും കൂടി കുടിച്ചപ്പോൾ കുശാലായി. അത് കഴിഞ്ഞ് നേരെ പോയത് റഹ്മാനിയ കെറ്റിൽ സ്റ്റിക്കിലേക്കാണ്. ആ കുഞ്ഞിക്കോഴി പൊരിച്ചത് വാഴയിലേക്ക് ഇടുന്ന കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ബട്ട് ടേസ്റ്റ് വാസ് ആവറേജ്. അടുത്ത സ്പോട്ട് പുഷ്പ സ്വീറ്റ്സ് ആണ്. എന്ത് മിസ്സാക്കിയാലും നിങ്ങൾ ഇത് മിസ്സാക്കരുത്. ചൂടോടുകൂടി ഈ വീറ്റ് ഹൽവ കഴിക്കാൻ വളരെയധികം ടേസ്റ്റ് ആയിരുന്നു. അവിടുത്തെ വെള്ള ജിലേബി കഴിക്കാൻ നിങ്ങൾ മറക്കരുത്. പിന്നെ ഞങ്ങൾ പോയത് ഈ ഫേമസ് ആയ നൊങ്ക് സർബത്ത് കുടിക്കാനായിരുന്നു. അതൊരു ആവറേജ് ആയിട്ട് തോന്നിയുള്ളൂ. ലുലുമാളിൽ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള മഹാബോളിക്കാണ് ഞങ്ങൾ പോയത്. അൺഫോർച്ചുനേറ്റ്ലി പായസം ഉണ്ടായില്ല. നല്ലൊരു ബോളി തന്നെയായിരുന്നു അത്. അവിടുത്തെ മിൽക്ക് ഹൽവ ഒരിക്കലും മിസ്സാക്കണ്ട. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ഫ്രം ബൈറ്റ്സ് ഓഫ് ഇന്ത്യ.